ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു കൂട്ടർ വാദിക്കുന്നത് സസ്പെൻഷൻ വളരെ നേരത്തെ നടക്കേണ്ടതാണ്, പിണറായിയുടെ കാലത്തെ നടക്കേണ്ടതാണ്, PV അൻവർ അതിനുവേണ്ടി ഒരുപാട് വെള്ളം കോരിയതാണ്. മറ്റൊരു കൂട്ടർ പറയുന്നു ഇത് പോലീസിലെ കുടിപ്പകയുടെ ബാക്കി പത്രമാണ്, നേരത്തെയും പലരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള പക തീർക്കലാണ് ഇപ്പോഴും. എന്തായാലും ഞങ്ങൾ ഇതിനെ കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ്. ADGP അജിത് കുമാറിൻ്റെ മൊത്തം കരിയർ പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെ ഒരു ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഉണ്ടോ അവിടെയെല്ലാം അജിത് കുമാറിൻ്റെ ഒരു പേരും കൂടി വരാറുണ്ട്. അതെങ്ങനെ വരുന്നുവെന്ന് അജിത് കുമാറും വിലയിരുത്തണം, സേനയിലുള്ള മറ്റ് ജൂനിയേഴ്സും ഇത് കണ്ട് പഠിക്കുകയും കേസ് സ്റ്റഡി ഏറ്റെടുക്കുകയും വേണം. സ്വപ്ന കേസ് വന്നു, അജിത് കുമാറിനെ വിളിച്ചുവെന്നും കണ്ടുവെന്നും വാളയാർ കടത്തിവിടുന്നതിൽ അജിത് കുമാറിന് വലിയ പങ്കുണ്ടെന്നുമൊക്കെ വലിയ വാർത്ത വന്നു. സരിത കേസ് വന്നു, സരിത അജിത് കുമാറിനെ വിളിക്കാറുണ്ടെന്നും അങ്ങോട്ട് വിളിച്ചെന്നും ഇങ്ങോട്ട് വിളിച്ചെന്നും ഒത്തുതീർപ്പെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ വന്നു. എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനം നടന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു വശത്ത് അജിത് കുമാറിൻ്റെ പേരും കൂടി വരാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ADGP ആയതുകൊണ്ടായിരിക്കാം, ആൾ ചിലപ്പോൾ വളരെ ലിബറൽ ആയതുകൊണ്ടായിരിക്കാം, എല്ലാവർക്കും ആക്സസ് ഉള്ളത് കൊണ്ടായിരിക്കാം. പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, നെഗറ്റീവുമാകാം. എന്തായാലും അദ്ദേഹം ഒരു സംവിധാനത്തിൽ ചെന്ന് പെട്ടു. ഇപ്പോൾ ചെന്ന് പെട്ടപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഇത്ര കൃത്യമായി ആലപ്പുഴയിൽ നടന്ന സംഭവത്തിനെതിരെ, അതായത് ഈ തോമസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA, ആലപ്പുഴയിലെ MLA തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി കരിങ്കൊടി പിണറായി വിജയൻ്റെ ബസ്സിൻ വന്നപ്പോൾ, കാരവാൻ വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് ഗൺമാന്മാരിറങ്ങി അടിച്ച കഥയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിനെതിരെ നടന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ADGP തിരുത്തിച്ചു, ഓഫീസിൽ വിളിച്ചു എന്നുള്ളതാണ് പ്രൈമായിട്ടുള്ള ടേക്ക്. അങ്ങനെ വിളിച്ച് ചെയ്യിച്ചെങ്കിൽ ആ ചെയ്യുന്നതിൽ ശശി എന്ന് പറയുന്ന പിണറായിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പങ്ക് വളരെ വലുതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇപ്പോൾ ശശി എവിടെ? ആ ശശിമാർക്ക് ഇപ്പോൾ രക്ഷിക്കാൻ കഴിയുമോ? EK നായരുടെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചിരുന്നത് ശശി ആണ് എന്ന് വലിയ വാർത്ത വരികയും ശശിയുടെ സ്വഭാവ ഗുണങ്ങളും ഒക്കെ പരിഗണിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നേരത്തെ. പക്ഷേ ആ സസ്പെൻഷനെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പിണറായിയുടെ ഗുഡ് ബുക്കിൽ ശശി വരുന്നതാണ് കാണുന്നത്. ആ ശശിയായിരുന്നു പോലീസിനെ പിണറായിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് നയിച്ചത് എന്നുള്ള അതിനിശിതമായ വിമർശനമുണ്ട്. ആ ശശിക്ക് വേണ്ടിയിട്ടാണ് അജിത് കുമാർ ശശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് തനിക്ക് പെട്ടെന്ന് DGP സ്ഥാനം കിട്ടും പിണറായിയുടെ ഭരണത്തിൽ തന്നെ, അല്ലെങ്കിൽ തുടർ ഭരണം വരും, പിണറായിയുടെ തുടർ ഭരണം വന്നാൽ കൃത്യമായും സഹായം ഉണ്ടാകുമെന്നുള്ള ശശിയുടെയും ശശിമാരുടെയും ഉറപ്പിൽ കൃത്യമായി അജിത് കുമാർ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ളതാണ് അടുത്ത ടേക്ക്. അപ്പോൾ അങ്ങനെ അജിത് കുമാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് അജിത് കുമാർ കേസ് കൊടുക്കാനുള്ള സാധ്യത കാണുന്നു. ഈ മാസം 31-ാം തീയതി, അതായത് ജൂലൈ മാസം 31-ാം തീയതി ഒഴിവ് വരുന്ന DGP റാങ്കിലേക്ക്, അതായത് ഫയർ ആൻഡ് സേഫ്റ്റിയിലിരിക്കുന്ന DGP റിട്ടയർ ആകുമ്പോൾ ആ ഒഴിവിലേക്ക് വരുന്ന ഒഴിവിൽ വളരെ കൃത്യമായി അജിത് കുമാറിനെ പോസ്റ്റ് ചെയ്യാൻ ഏറ്റവും സീനിയറാണ് അജിത് കുമാർ, അതുകൊണ്ടത് പോസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന സാഹചര്യം കൂടെ വന്നപ്പോൾ ആണ് വളരെ പെട്ടെന്ന് ഈ തീരുമാനം എടുത്തത്. കാരണം 31 കഴിഞ്ഞാൽ പിന്നെ DGPയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ADGPയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് DGP സ്ഥാനത്തേക്കുള്ള അതിൻ്റെ ആ പോക്കിനെയും കൂടി തടയുക എന്നൊരു ലക്ഷ്യവും ഉണ്ട് എന്നതാണ്. എന്തായാലും സർക്കാരിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളതല്ല പ്രധാനം, നമ്മളെങ്ങനെ ഈ ഊരാക്കുടുക്കൽ കൊണ്ട് തലവച്ചു എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും കൃത്യമായ, അതായത് TP ചന്ദ്രശേഖരൻ വധത്തിലെ കൊടിസുനി അടക്കമുള്ള ആളുകളെ മലകളിൽ പോയി, കണ്ണൂരിലെ മലകളിൽ പോയി രഹസ്യമായി താമസിച്ചവരെ പൊക്കിക്കൊണ്ടുവന്ന, പാർട്ടി ഗ്രാമത്തിൽ താമസിച്ചവരെ, കൊടിതൂക്കി മലയിലൊക്കെ താമസിച്ചവരെ പൊക്കിക്കൊണ്ടുവന്ന ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണിത് അന്വേഷിച്ചത്. വളരെ സിൻസിയറുമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടന്നപ്പോഴാണ്
ഇത് ഇങ്ങനെയൊക്കെ വന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല. വളരെ കൃത്യമായി ഒരു അന്വേഷണം നടന്നു. അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ടിൽ DGPക്ക് ആദ്യം തൃപ്തിയുണ്ടായില്ല. അദ്ദേഹം 5ഓളം കാര്യങ്ങൾ ചോദിച്ചു. ആ കാര്യങ്ങൾക്കും SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മറുപടി കൊടുത്തപ്പോൾ DGP ശുപാർശ ചെയ്യുകയായിരുന്നു സസ്പെൻഷൻ. അത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഫയൽ അയച്ചു. ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ രാവിലെ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ചർച്ച വെച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവസാനം ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആ ഉത്തരവ് പുറത്തിറങ്ങി. ADGP എന്ന് പറയുന്നത് ചെറിയ ആളല്ല. അദ്ദേഹം IPS കാരനാണ്. വളരെ വലിയ പിന്നെ ബുദ്ധി ഉള്ള ഒരാളുകൾക്കാണല്ലോ IPSും IASും ഒക്കെ കിട്ടുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവർ IASകാരാണെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വരെ പോകാൻ അവസരമുള്ളവരുണ്ട്. കാരണം KM ചന്ദ്രശേഖരൻ അങ്ങനെ പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായിരിക്കുന്ന KM ചന്ദ്രശേഖരൻ ഇന്ത്യൻ ക്യാബിനറ്റിൻ്റെ സെക്രട്ടറി വരെ ആയ ആളാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചീഫ് സെക്രട്ടറി എങ്കിലും ആകാൻ പറ്റും IPSകാരെ സംബന്ധിച്ച്. DGP ആകാനും DGPയിൽ ഏറ്റവും ഗ്ലാമർ പോസ്റ്റ് ക്രമസമാധാനത്തിൻ്റെ DGP ആയതുകൊണ്ട് ആ DGP ആകാനുള്ള 1-ാം നമ്പർ DGP ലാ ആൻഡ് ഓർഡറിൻ്റെ DGP ആണ്. അതിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന അജിത് കുമാറാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്, തൊപ്പി താഴെ വയ്ക്കുന്നത്. PV അൻവർ പറഞ്ഞതുപോലെ ഇവൻ്റെ തൊപ്പി ഒരു നിമിഷമെങ്കിലും ഞാൻ താഴെ വെപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ PV അൻവറിൻ്റെ വാക്കുകൾ വളരെ അറം പറ്റുന്നതായി. എന്തായാലും അജിത് കുമാർ സസ്പെൻഷനിലായി. പക്ഷെ നമ്മുടെ ടേക്ക് എന്തെന്നാൽ ഈ അജിത് കുമാറിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചൊരു വിഭാഗമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ ഇരുന്ന്. അവർ എവിടെയാണ്? അവർ വിചാരിച്ചാൽ അജിത് കുമാറിനെ രക്ഷിക്കാൻ കഴിയുമോ? ചിലപ്പോൾ അണിയറയിൽ കഴിയുമായിരിക്കും, രക്ഷിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും സസ്പെൻഷനിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് 1-ാം അടി കിട്ടിയിട്ടുണ്ട്. ഇനി 2-ാമതും 3-ാമതും ഈ സസ്പെൻഷൻ കാലത്ത് നിന്നുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാൻ ചിലപ്പോൾ രക്ഷിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്തേക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ശശിമാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിണറായി വിജയനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ADGP അജിത്ത് സസ്പെൻഷനിലേക്ക് പോവുക തന്നെ ചെയ്തു. ഈ സംഭവത്തിൽ ADGP അജിത് കുമാറിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത്, അതായത് പിണറായി വിജയൻ്റെ 2-ാം ഭരണകാലത്ത് ADGP അജിത് കുമാറിനെ കുറിച്ച് ചില വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില വീഡിയോസ് ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, മിസ്റ്റർ അജിത് കുമാർ IPS താങ്കൾ ശ്രദ്ധിക്കണം. പൊളിറ്റിക്കൽ ലീഡർമാർ നമ്മെക്കൊണ്ട് പലതും പറയിക്കും, പലതും ചെയ്യിക്കും, പല കാര്യങ്ങളും നമുക്ക് തരും. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലക്കുണ്ടെങ്കിൽ അവരുടെ ഭരണകാലത്ത് വല്ലതും നേടിയെടുക്കാൻ പറ്റും. നമ്മൾ അൺലക്കി ഫെലോസായി മാറുമ്പോൾ, പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പോവുകയും കാലത്തിനനുസരിച്ച് അവർക്ക് ചെയ്തു തരാൻ പറ്റാതെ വരികയും ചെയ്ത് അവർ മാറുകയും പുതിയ ആളുകൾ വരികയും ചെയ്യുമ്പോൾ നമ്മൾ പക്ഷപാതം പിടിച്ചാൽ വീണു പോകും എന്നുള്ളത് വളരെ കൃത്യമായി ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുതന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ എന്നുള്ള രീതിയിൽ വളരെ മോശമായ ഒരു സസ്പെൻഷനിലേക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് കൂടെയുള്ള ജൂനിയേഴ്സായിട്ടുള്ളവർ നിങ്ങൾ കുറേ കൂടി ജാഗരൂകരായി വേണം ഭരണ സംവിധാനത്തിൽ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിച്ച് ചെയ്യാൻ നിന്ന് ഗുഡ് ബുക്കിൽ എങ്ങനെയെങ്കിലും കയറണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. അനുഭവം ഗുരു പലർക്കും. അങ്ങനെ പോയവർക്കെല്ലാം ചിലർക്ക് താൽക്കാലികമായി പെട്ടെന്ന് പദവികൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷവും വീണതാണ് ചരിത്രം.